യെസ്, ഇവിടെ അസ്ലം ഈ അവസാന ദിവസം എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം RSS സഹകരണത്തെക്കുറിച്ചൊക്കെ നടത്തിയ പരാമർശമൊക്കെ വലിയ രീതിയിൽ തന്നെ UDF ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് UDFനെ സംബന്ധിച്ചോളം അവർ ഭരണവിരുദ്ധത ഭരണത്തിലെ വീഴ്ചകൾ, ജനകീയ പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നമാണെങ്കിലും ദേശീയപാതയുടെ പ്രശ്നമാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങളാണ് അവർ ഉയർത്തിയെങ്കിൽ CPMനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ച് അവർ വെൽഫെയർ പാർട്ടി ജമാഅത്ത് വിവാദങ്ങൾ, അതോടൊപ്പം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇസ്രായേൽ അനുകൂല സമീപനത്തെക്കുറിച്ച്, കോൺഗ്രസിന്റെ ഇസ്രായേൽ അനുകൂല സമീപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അത്തരം വിവാദങ്ങളാണ് ഉയർത്തിവിട്ടത്. അത്തരം വിവാദങ്ങൾ ഒരു വശത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് മുഖ്യമന്ത്രി തന്നെ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ പൊതുപരിപാടിയിൽ സംസാരിച്ചതും ഏറ്റവും അവസാനം വരെ നിലനിർത്തിക്കൊണ്ട വിവാദം ജമാഅത്ത് ഇസ്ലാമി വിവാദമായി. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധത്തിലോ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഏറ്റവും അവസാന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ RSS സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ ഈ ക്യാമ്പയിൻ ആകെ തിരിച്ചടിച്ച ഒരു രീതിയിലേക്ക് അവർ മാറിയെന്ന് മാത്രമല്ല LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തെ പിന്നെ അത് സാരമായി ബാധിച്ചു. പിന്നീട് മുഖ്യമന്ത്രി വരെ അത് വിശദീകരിക്കാൻ നിന്നെങ്കിൽ പോലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായ ആ പരാമർശം അങ്ങനെ വലിയ പരിക്കുണ്ടാക്കിയെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. UDFനെ സംബന്ധിച്ചോളം അത് വലിയ തോതിൽ LDFന് തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് ഗുണകരമായിട്ട്, കാരണം M സ്വരാജിനെ സംബന്ധിച്ചോളം CPMന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു, അദ്ദേഹത്തിന്റെ മതേതര നിലപാടുകൾ മറ്റും മുൻനിർത്തിക്കൊണ്ട്. പക്ഷേ ആ ഒരു വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് CPM RSS ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഏറ്റവും അവസാന ദിവസം വന്ന ചർച്ച വലിയ തോതിൽ പരിക്കുണ്ടാക്കിയിട്ടെന്നാണ് കാര്യത്തിൽ. അതുകൊണ്ടാണ് UDF അത് വലിയ ഒരു പോസിറ്റീവായ കാര്യമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വരാജിന് കിട്ടേണ്ടിയിരുന്ന വ്യക്തിഗത വോട്ടുകൾ പോലും അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവർക്ക് ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് വർദ്ധിച്ചാലും അത് അത്ഭുതമില്ല എന്നുള്ളതാണ്. 20,000-ൽ പക്ഷേ കവിഞ്ഞാൽ പോലും അത്ഭുതമില്ല എന്ന രീതിയിൽ UDF നേതാക്കൾ പറയുന്നതിന് കാരണം അതാണ്. ദിവ്യ. യെസ്, ഇതോടൊപ്പം തന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പോരാ, മികച്ചതല്ല, VS ജോയി ആയിരുന്നു അവിടെ വേണ്ടത് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ. അതോടൊപ്പം തന്നെ ഷൗക്കത്തിനോടുള്ള അതൃപ്തി, കോൺഗ്രസിനകത്ത് തന്നെയുള്ള അതൃപ്തി, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിയാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടോ UDFന്? UDFനെ സംബന്ധിച്ചോളം ഇതൊക്കെ വസ്തുതകളായി അവർ അംഗീകരിക്കുന്നുണ്ട്. ഒന്ന്, ആര്യാട് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനകത്ത് അതൃപ്തിയുണ്ട് എന്ന കാര്യം, മുസ്ലിം ലീഗിലെ പ്രവർത്തകരിൽ അതൃപ്തിയുള്ള കാര്യമൊക്കെ അവർ വസ്തുതകളായി അംഗീകരിക്കുന്നു. അതേസമയം അതിനെയൊക്കെ മറികടന്ന് ആര്യാട് ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് UDFന്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDFനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ നേരിടണമെങ്കിൽ ഈ വിജയം അനിവാര്യമാണ്. ഇത് UDFനുള്ള വോട്ടാണ്, UDFനുള്ള വിജയമാണ് എന്നർത്ഥത്തിലേക്ക് മൊത്തം പ്രവർത്തകരെയും UDF ക്യാമ്പിനെയും മാറ്റിയെടുക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗാണ് പക്ഷേ ആര്യാട് ഷൗക്കത്തുമായി ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന് ആര്യാട് മുഹമ്മദിന്റെ കാലത്താണെങ്കിലും അതിനുശേഷമൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ഫീൽഡിൽ തന്നെ പ്രകടമായ ഒരു കാര്യം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതാക്കളുടെയും ഭീകരമായ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെ പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് UDFന്റെ ബൂത്തുകൾക്ക് കേന്ദ്രീകരിച്ച് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ എത്രയാണോ അതിനേക്കാൾ അധികമായ പ്രവർത്തനം അത് കോൺഗ്രസ് നേതാക്കളും കൂടി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം പ്രവർത്തനം നടത്തിയത് പിന്നിൽ ഇത് UDFിലൂടെ വിജയിക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല പ്രശ്നം, UDF വിജയിക്കുക. ഈ ഒരു ക്യാമ്പയിനിലേക്ക് എത്തിയോടുകൂടി തന്നെ ഇത്തരമുള്ള വിവാദങ്ങളെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷേ VV പ്രകാശിന്റെ വീട്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് പോകാൻ കഴിയാത്ത പ്രശ്നം ഏറ്റവും അവസാന നിമിഷം CPM വളരെ വിദഗ്ധമായി തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. M സ്വരാജ് VV പ്രകാശിന്റെ വീട്ടിൽ പോകുന്നു. അതിനുശേഷം വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അത് വിഷയം ഉന്നയിച്ചെങ്കിൽ പോലും അതൊക്കെ മറികടക്കുന്ന രീതിയിൽ